ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 15 മെയ് 2025 വ്യാഴാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് ഏകദേശം ചെറിയ തോതിലുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം 88 പോയിന്റ് പോസിറ്റീവിലാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതായത് 0.3% ഹൈക്കിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ് എല്ലാം ഒരു ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയാണ് മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി ഏകദേശം 139 പോയിന്റ്, അതായത് 0.2% നെഗറ്റിവിറ്റിയാണ് മാർക്കറ്റിൽ കാണിച്ചത്. ഇനി സെൻസെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 182 പോയിന്റിന്റെ പോസിറ്റിവിറ്റിയാണ് കാണിച്ചത്. ഏകദേശം 0.2% ഹൈക്കാണ് ഇന്നലെ മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മാർക്കറ്റ് ഇപ്പം ഓൾ ടൈം ഹൈയിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഒരു വേരിയേഷൻസ് ഒക്കെയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മാർക്കറ്റിലൊക്കെ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക. നല്ല രീതിയിലുള്ള ഒരു വോളറ്റൈൽ മാർക്കറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ ഓരോ കമ്പനീസിന്റെ സ്റ്റോക്കുകളിലേക്കൊക്കെ എൻറ്റർ ചെയ്യുക. അതേപോലെ നമുക്ക് ഇനി ഗ്ലോബൽ മാർക്കറ്റിന്റെ ന്യൂസുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് വൈകിട്ട് 6 മണിക്ക് യുഎസിലെ ഫെഡ് ചെയർപേഴ്സൺ ആയ ജെറോം പൗളിന്റെ സ്പീച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഗ്ലോബലി ഏതൊക്കെ മാറ്റങ്ങളുണ്ട്, അതേപോലെ തന്നെ പുതിയ പുതിയ ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു ഫെഡ് ചെയർപേഴ്സന്റെ സ്പീച്ചിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിനകത്ത് പല സെക്ടേഴ്സ്, അതേപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു സ്പീച്ചിലൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഫോറക്സ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഈ ഒരു സ്പീച്ചിന് ശേഷം കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഏകദേശം 6:30 കൂടി നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ മന്ത് ഓൺ മന്ത് ഡാറ്റ നമുക്ക് കാണുന്നതായിരിക്കും. അപ്പം ആ ഒരു ബേസിലും നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ്, പ്രത്യേകിച്ച് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ആ ഒരു ചേഞ്ചസ് വലിയ രീതിയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ FISന്റെ നമുക്കൊരു വ്യൂ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഒരു സ്ട്രോങ് ബിയറിഷ്നെസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രൊപ്പറേറ്ററി ഫേംസ് അഥവാ DAS, ഇവിടെയുള്ള ഓരോ AMCകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനകത്ത് ഏകദേശം മീഡിയം ബിയറിഷ്നെസ് ആണ് കണ്ടിട്ടുള്ളത്. ഒരു ചെറിയ തോതിലുള്ള നേരിയ ബിയറിഷ്നെസ് ആണ് അവരുടെ വ്യൂ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ക്ലയൻസ് ആയ നമ്മൾ, അതേപോലെ റീറ്റെയിലേഴ്സ്, നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ വ്യൂ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനകത്ത് ഒരു മീഡിയം ബുള്ളിഷ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഇന്നലെ ടോപ്പായിട്ട് പെർഫോം ചെയ്ത സെക്ടേഴ്സിനെ പറ്റി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മെറ്റൽ സെക്ടർ ആണ് ടോപ്പായിട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2.4% ഹൈക്കാണ് മെറ്റൽ സെക്ടേഴ്സ് കാണിച്ചത്. അതിനുശേഷം റിയാലിറ്റി സെക്ടേഴ്സ് 1.7%, എനർജി സെക്ടർ 1.4%, IT സെക്ടർ 1.3% ഹൈക്കും ഇന്നലെ മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ സെക്ടർ വൈസ് ഇന്നലെ ബിയറിഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാൾ ചെയ്ത സെക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് ആണ്. ഏകദേശം 0.2% നെഗറ്റിവിറ്റി ആണ് ഇന്നലെ ഈ ഫിനാൻഷ്യൽ സർവീസ് സെക്ടേഴ്സ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് നിഫ്റ്റി, ഫിൻനിഫ്റ്റി ഒക്കെ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5%ഓളം നെഗറ്റീവ് മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ, കോപ്പർ, ബ്രണ്ട് ഓയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ നേരിയ തോതിലുള്ള ഒരു ഫാളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ നാച്ചുറൽ ഗ്യാസ് ഏകദേശം 3% അടുത്തോളം നെഗറ്റീവ് ഇന്നലെ മാർക്കറ്റിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് പല കമ്പനീസ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഡിവിഡൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് ഏകദേശം 5.4 rupees പെർ ഷെയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BEML 5 rupees പെർ ഷെയർ. അതേപോലെ തന്നെ മണപ്പുറം ഫിനാൻസ് 0.5 പൈസ പെർ ഷെയർ. ഇങ്ങനെയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ നമുക്ക് മറ്റൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ റിലയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം 1.3 ബില്യൺ, ഏകദേശം 4.9%ഓളം അവരുടെ സ്റ്റേക്ക് ഏഷ്യൻ പെയിന്റ്സിലേക്ക് കൊടുക്കുകയാണ്. അപ്പം ഇതിനെ എങ്ങനെ മാർക്കറ്റ് നോക്കി കാണുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ ഈ കമ്പനിയുടെ ഷെയറുകളിലൊക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇന്നലത്തെ ടോപ്പ് മൂവേഴ്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടാറ്റ സ്റ്റീൽ ഏകദേശം 3.9% ഹൈക്കിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ശ്രീറാം ഫിനാൻസ് 2.9% ഹൈക്കും ഭാരത് ഇലക്ട്രോണിക്സ് 2.5% ഹൈക്കിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ടോപ്പ് ഫാള് നടത്തിയ കമ്പനീസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ് 1.8% നെഗറ്റീവും, സിപ്ല 1.6% നെഗറ്റീവും, അതേപോലെ ടാറ്റ മോട്ടോഴ്സ് 1.2% നെഗറ്റീവിലാണ് ഇന്നലെ മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ആയിട്ടുള്ളത്. ഇന്ന് പല കമ്പനീസ് അവരുടെ Q4 റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ കമ്പനിയാണെന്ന് നമുക്ക് നോക്കാം.
ഒന്നാമതായിട്ട് NCC ലിമിറ്റഡ്, 2 ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, 3 PB ഫിൻടെക്, പിന്നെ പേജ് ഇൻഡസ്ട്രീസ്, സീസ് ലിമിറ്റഡ്, LIC ഹൗസിംഗ് ഫിനാൻസ്, അതേപോലെ തന്നെ JSW എനർജി, പിന്നെ പതഞ്ജലി ഫുഡ്സ് തുടങ്ങിയ കമ്പനീസ് ആണ് അവരുടെ Q4 റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്തരം കമ്പനീസിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക. നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇവരുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് ഈ സ്റ്റോക്ക് പ്രൈസിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അതിന്റെ മേജർ ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ് 24,546 മേജർ സപ്പോർട്ടാണ്, ലിക്വിഡിറ്റി പോയിന്റ് ആണ്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ 24,817 ആണ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പോയിന്റുകളെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അപ്പം ഇന്ന് ട്രേഡ് ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിക്കുക, നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുക. അതേപോലെ തന്നെ റിസൾട്ട് ഒക്കെ അറിഞ്ഞതിന് ശേഷം ആ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മുടെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ത്രൂ ആണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോബി മാർക്കോസ്.